ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് വളരെ ദുഃഖകരമായൊരു സംഭവമാണ് ഉണ്ടായത്. അതിനെക്കുറിച്ച് പറയാനാണ് വന്നത്. ഒന്നുമല്ല, നമ്മുടെ വീടിനടുത്തുള്ള ഗായത്രി പുഴയിൽ ഒരു പയ്യൻ വീണിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. അവന് വേണ്ടിയുള്ള ഒരു തിരച്ചിലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മഴക്കാലം ആകുമ്പോൾ അടിയൊഴുക്കുണ്ടാവും. ഈ പുഴയിലോ കടലിലോ കായലിലോ എവിടെ ആയിക്കോട്ടെ, അവിടെ നിന്ന് ഇറങ്ങരുതെന്ന് ഇവരോട് ഒക്കെ നമ്മൾ എത്ര പറഞ്ഞാലും കേൾക്കില്ല. ഈ അടിയൊഴുക്കുള്ള ഈ ഭാഗത്തൊക്കെ ഇവർ ഇറങ്ങിയത് എന്തിനാണെന്ന് അറിയില്ല. മീൻ പിടിക്കാൻ ഇറങ്ങിയതാണോ ഇനി കുളിക്കാൻ ഇറങ്ങിയതാണോ ഒന്നും അറിയില്ല. 3 പേരുണ്ടായിരുന്നു എന്നാണ് കേട്ടത്. ഒരുത്തൻ വീണപ്പോൾ വേറൊരുത്തൻ അവനെ രക്ഷിക്കാൻ ഇറങ്ങി. അവസാനം 2 പേരും വിട്ടപ്പോൾ മൂന്നാമൻ എടുത്ത് ചാടി. അവർ 2 പേരും രക്ഷിച്ചു. പക്ഷേ രക്ഷിക്കുമ്പോഴേക്കും ആ പയ്യന് തീരെ കൈയും കാലൊക്കെ കുഴഞ്ഞെന്നാണ് തോന്നുന്നത്. കരയ്ക്ക് കയറാൻ പറ്റിയില്ല. അങ്ങനെ ഒഴുക്കിൽ പെട്ടുപോയി. ഒരു ദിവസമായി ഇപ്പോൾ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പല ഭാഗങ്ങളിലായിട്ട് എവിടെയെങ്കിലും ഒന്ന് കയറി പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. പക്ഷേ എന്താ ചെയ്യാന്നറിയില്ല. അവരൊരു ടീം മാത്രമേ ഉള്ളൂ. ഇവിടെ നിറച്ച ആളുകളുണ്ട്. ആ പയ്യൻ എവിടെയെങ്കിലും ഒന്ന് കരയ്ക്ക് പറ്റിയിരുന്നെങ്കിൽ എന്ന് നന്നായിരുന്നു. ആ തിരച്ചിൽ ഇതുവരെ ഒരു തുമ്പം കിട്ടിയിട്ടില്ല. ഓരോരോ ഭാഗങ്ങൾ അരിച്ച് പെറുക്കിക്കൊണ്ടിരിക്കണം. മുക്കിലും മൂലയിലും എന്താവുമെന്നറിയില്ല. പോലീസും ഫയർഫോഴ്സും മറ്റു ജനങ്ങളെല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട്. എന്താണെന്ന് അറിയാനുള്ള ഒരു ഇതിൽ വളരെ ആ ഒരു കുടുംബത്തെ ദുഃഖത്തിലാഴ്ത്തിയൊരു സംഭവമാണ്. എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കണം. ഈ മഴക്കാലങ്ങളിൽ പരമാവധി എവിടെ ഇറങ്ങാതിരിക്കുക, പുഴയിലോ തോട്ടിലോ എവിടെയായാലും. കാരണം നമുക്ക് വെള്ളത്തിൻ്റെ അടിയൊഴുക്ക് എത്രത്തോളം ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഓരോ ദിക്കിലുള്ളവർക്ക് ഓരോ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പരമാവധി എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി സഞ്ചരിക്കുക, യാത്ര ചെയ്യുക എല്ലായിടത്തും. ഓക്കെ, ബൈ.